നന്നായി ഭക്ഷണം കഴിച്ച് കുറച്ച് കഴിയുന്നതിന് മുന്നേ തന്നെ വിശക്കുന്നു എന്ന് പറയുന്ന ഫ്രണ്ട്സോ ഫാമിലി മെമ്പേഴ്സോ നിങ്ങളുടെ കൂട്ടത്തിലുണ്ടോ? എന്നാൽ ഈ വീഡിയോ നിങ്ങൾക്കുള്ളതാണ്. നാട് എവിടെയാ? ഹായ്, ഞാൻ ഡോക്ടർ ഹഫ്സ സലീം ഡാബർ, കൺസൾട്ടന്റ് സർജൻ ആൻഡ് ലൈഫ് സ്റ്റൈൽ ഡിസീസ് മോഡിഫിക്കേഷൻ എന്തൂസിയസ്റ്റ്. എപ്പോഴും ടയേർഡ് അല്ലെങ്കിൽ ഒരു ലോ എനർജി മോഡിൽ റൺ ചെയ്യുക, അല്ലെങ്കിൽ ഭക്ഷണം കഴിച്ച ഉടനെ തന്നെ ഒന്ന് കിടന്നാലോ എന്ന് തോന്നുക, ഇതെല്ലാം യൂഷ്വലി ഇൻസുലിൻ റെസിസ്റ്റൻസിന്റെ സിംറ്റംസ് ആവാം. സോ വാട്ട് ഇസ് ഇൻസുലിൻ റെസിസ്റ്റൻസ്? ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്നാൽ നമ്മുടെ കോശങ്ങൾക്ക് നമ്മൾ കഴിച്ച ഭക്ഷണത്തിൽ നിന്ന് ഉണ്ടാവുന്ന എനർജി അഥവാ ഗ്ലൂക്കോസിനെ ആവശ്യത്തിൽ കൂടുതൽ ഇൻസുലിൻ നമ്മുടെ ശരീരത്തിൽ ഉണ്ടായിട്ട് പോലും ഉപയോഗിക്കാൻ പറ്റാതെ വരുന്ന ഒരു അവസ്ഥയാണ് ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്ന് പറയാം. മിക്കവാറും സമയങ്ങളിൽ ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്നൊരു അവസ്ഥ നമ്മൾ അറിയുന്നത് തന്നെ ഡയബറ്റിസ്, PCOD അല്ലെങ്കിൽ ഓവർ വെയ്റ്റിന് ട്രീറ്റ്മെന്റ് എടുക്കാൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ മാത്രമാണ്. സോ നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് നമ്മുടെ പ്ലേറ്റിൽ നിന്ന് തന്നെ തുടങ്ങാം. ഫോർ എക്സാമ്പിൾ, നമ്മൾ മലയാളികൾ ഏറ്റവും ഇഷ്ടപ്പെട്ട് കഴിക്കുന്ന ഊണോ മന്തിയോ ആയിക്കോട്ടെ, നമ്മൾ എങ്ങനെയാണ് കഴിക്കുന്നത്? കുറേ അധികം ചോറും കുറച്ച് കൂട്ടുകറികളുമായിട്ടാണ് കഴിക്കുന്നത്. ഇങ്ങനെ കഴിക്കുന്നത് വഴി നമ്മുടെ ബ്ലഡ് ഗ്ലൂക്കോസ് ലെവൽ സ്പൈക്ക് ഒറ്റയടിക്ക് പീക്ക് ചെയ്യുകയും അതേപോലെ തന്നെ താഴുകയാണ് ചെയ്യുന്നത്. ഈ സമയത്താണ് നമ്മൾക്ക് ക്ഷീണവും ഉറക്കം തോന്നലും ഒക്കെ തോന്നുന്നത്. ഇത് കറക്റ്റ് ചെയ്യാൻ നമ്മൾ എന്ത് ചെയ്യണം? ഇതേ പ്ലേറ്റ് തന്നെ ഒന്ന് റിവൈസ് ചെയ്തിട്ട് 1/4 ഭാഗം ചോറും ബാക്കി ഭാഗങ്ങളിൽ ഹെൽത്തി ആയിട്ടുള്ള ഫാറ്റ്സ്, പ്രോട്ടീൻസ് ആൻഡ് ഫൈബർ റിച്ച് ആയിട്ടുള്ള പച്ചക്കറികളും നിറച്ചു കഴിഞ്ഞാൽ നമ്മളുടെ എനർജി ലെവൽ കൺസിസ്റ്റന്റ് ആയിട്ട് കൂടുകയും കുറയുകയും ചെയ്യുന്നത് വഴി നമുക്ക് ഫുൾ ഡേ എനർജി കീപ്പ് ചെയ്യാം. ഇതുപോലെ തന്നെ പല വഴികളുണ്ട് ഇൻസുലിൻ റെസിസ്റ്റൻസ് ഓവർകം ചെയ്യാൻ വേണ്ടി. നമുക്ക് ഇവിടെ തുടങ്ങാം അല്ലേ?